ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു വ്യാഴാഴ്ച ദിവസമാണ്. ബാബയുടെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ നല്ലൊരു വ്യാഴാഴ്ച ദിവസമായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു അത്ഭുത ലീല എന്ന് പറയുന്നത്, ബാബയുടെ മഹാസമാധിക്ക് മുൻപ് ബാബ ദാമോദർ രംഗനാഥ് ജോഷി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മകൾ മലർഭായിക്കും കൊടുത്ത ഒരു അത്ഭുതകരമായ ലീലയാണ് കേട്ടോ. കാരണം മലർഭായിയെ എങ്ങനെ ബാബ മരണത്തിൽ നിന്നും രക്ഷിച്ചു എന്നുള്ള ഒരു സായി ലീലയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ദാമോദർ രംഗനാഥ് ജോഷിയുടെ ഏക മകളായിരുന്നു മലർഭായി. അപ്പോൾ മലർഭായിക്ക് ട്യൂബർകുലോസിസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ട്യൂബർകുലോസിസ് കാരണം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയും വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ദാമോദർ രംഗനാഥ് ജോഷി എപ്പോഴും പതിവായി കൊടുക്കുന്ന മരുന്നുകൾക്ക് പുറമേ ബാബയുടെ ഉതി കൂടെ മകൾക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. ആ രോഗം ഭേദമാകാൻ വേണ്ടി ഉതിയും കൊടുക്കുമായിരുന്നു. അപ്പോൾ മലർഭായി എപ്പോഴും പറയാറുണ്ട്, എന്തൊക്കെ തന്നെ എനിക്ക് എത്ര തവണ തന്നെ മരുന്നുകൾ തന്നാലും എത്ര തന്നെ ഉതികൾ എനിക്ക് തന്നാലും ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ അസുഖം ഭേദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് എപ്പോഴാണോ ഷിരഡിയിൽ പോകാൻ കഴിയുന്നത് ആ നിമിഷം മുതൽ എനിക്ക് എൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ മലർഭായിയുടെ അവസ്ഥയിൽ ഷിരഡിക്ക് പോകുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പതിവായി പറയുമ്പോൾ ദാമോദർ രംഗനാഥ് ജോഷി ഒരു ദിവസം ഡോക്ടറെ കാണുകയും ഡോക്ടറിനോട് പറയുകയാണ്, ഇങ്ങനെ മലർഭായി എപ്പോഴും ഷിരഡിയിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു യാത്ര സാധ്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണ്, എന്തു തന്നെ ആയാലും നിങ്ങൾ ആ ഒരു കാര്യം എത്ര തന്നെ ബുദ്ധിമുട്ടിയും നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നിങ്ങളുടെ മകളുടെ അവസാനത്തെ ആഗ്രഹമാണ്, അവസ്ഥ മോശമാണ്, അധിക നാൾ നിങ്ങളുടെ മകൾ ജീവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക ആശ്രയമെന്ന് പറയുന്നത് ഈ മകളാണ്. ഈ മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. മകളും കൂടെ പോയാൽ ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന സമയത്തും അദ്ദേഹം ആലോചിക്കുന്നത്, എൻ്റെ മകളാണ് എൻ്റെ ഏക ആശ്രയം, എൻ്റെ പ്രതീക്ഷയൊക്കെ. അപ്പോൾ ആ മകളുടെ അവസാന ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ അതും വലിയൊരു ദുഃഖമായി എന്നിൽ അവശേഷിക്കും. അങ്ങനെ കരുതി അദ്ദേഹം മലർഭായിയുമായി ഷിരഡിയിലേക്ക് പോവുകയാണ്. വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പോകുന്നത്. അങ്ങനെ ഷിരഡിയിലെത്തുന്നു, ബാബയെ കാണുന്നു. അപ്പോൾ ബാബ പറയുന്നത്, ബാബ അടുത്ത് നിന്ന് ഒരു ആളോട് പറയുകയാണ്, മലർഭായിക്ക് കിടക്കാനൊരു ബ്ലാങ്കറ്റും കുറച്ച് വെള്ളവും കൊടുക്കുക, ദീക്ഷിത് വാഡയിൽ അവർക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കുക. അപ്പോൾ മലർഭായി വരുന്ന ദിവസം മുതൽ എത്ര ദിവസമാണോ അവിടെ താമസിക്കുന്നത് അത്രയും ദിവസം ദീക്ഷിത് വാഡയിൽ താമസിപ്പിക്കാനും അവിടെ ഒരു ബ്ലാങ്കറ്റും വെള്ളവും കൊടുക്കാനും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിന് പ്രകാരം അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു. മലർഭായി ബ്ലാങ്കറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ബാബ വെള്ളം കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ദാമോദർ രംഗനാഥ് ജോഷി പതിവായി ഉതി കൊടുക്കുന്നതിനാൽ ആ വെള്ളത്തിൽ കുറച്ച് ഉതിയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു പോകുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ ദാമോദർ രംഗനാഥ് ജോഷി മലർഭായിയെ വിളിക്കുന്ന സമയത്ത് മലർഭായി എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ കുറേ വട്ടം വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മകള് തന്നെ വിട്ട് പൊയ്ക്കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്നാമതും വിശ്വസിക്കാൻ പറ്റുന്നില്ല, രണ്ട് വല്ലാതെ കരയുന്നുണ്ട്. കരഞ്ഞ് അദ്ദേഹം പറയുകയാണ്, ഒരുപക്ഷെ ഞാൻ എൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ എൻ്റെ മകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷിക്കാമായിരുന്നു. ഇവിടെ വന്നതുകൊണ്ടായിരിക്കുമോ എൻ്റെ മകൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. എനിക്കൊന്നും അതിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. എൻ്റെ ആകെ പ്രതീക്ഷയും പോയല്ലോ. ഇവിടെ വന്നാൽ സുഖമാകും എന്നാണല്ലോ എൻ്റെ മകൾ പറഞ്ഞത്. അതിൻ പ്രകാരമാണല്ലോ ഞാൻ ഇവിടെ വന്നതും. എന്നിട്ടും എൻ്റെ മകളുടെ ജീവൻ പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്. കണ്ടു നിൽക്കുന്നവർക്കും വളരെ വിഷമമാകുന്നുണ്ട്. അപ്പോൾ രാവിലെ പതിവായി ബാബയ്ക്ക് നടത്തുന്ന കക്കടാരതി നടത്താൻ ഭക്തന്മാർ പോകുന്ന സമയത്ത് അവർ കാണുന്നത് ബാബ പതിവിലും അധികമായി ഉറങ്ങുകയാണ്. ആ നേരം വരയ്ക്കും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഒരു പതിവ് ബാബയ്ക്കില്ല. കക്കടാരതിക്ക് മുമ്പേ ബാബ എല്ലാത്തിനും തയ്യാറായി ഇരിക്കുന്ന ദ്വാരകാമയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവിടെ പോയി നിൽക്കുന്നുണ്ട്. ബാബ എന്താണ് ഇതുവരേക്കും ഉറക്കമുണരാത്തതെന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് ബാബ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയും സൽക്ക കൊണ്ട് നിലത്ത് വളരെ ദേഷ്യത്തോടു കൂടി അടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് കണ്ട് എല്ലാവരും ഭയന്നു. അതിനുശേഷം ബാബ ചെയ്തത് അതിവേഗം നടന്ന് ദീക്ഷിത് വാഡയിലേക്ക് പോവുകയും അവിടെ മലർഭായി മരിച്ചു കിടക്കുകയാണ്. അതിനടുത്ത് പോയി നിന്നിട്ട് സൽക്ക കൊണ്ട് വളരെ
ശക്തമായി ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യവുമാണ് ബാബയുടെ മുഖത്ത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബാബ സൽക്ക കൊണ്ട് വളരെ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മലർഭായി അതിവേഗം ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേൽക്കുന്ന രീതി എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഒരവസ്ഥയിലാണ് മലർഭായി എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഇത്രയും വിളിച്ചിട്ടും എഴുന്നേറ്റില്ല, മരണം ഉറപ്പാക്കിയ ഒരു വ്യക്തി എങ്ങനെയാണ് എഴുന്നേറ്റിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എഴുന്നേറ്റ ഉടൻ തന്നെ മലർഭായി പറയുകയാണ്, ദാമോദർ രംഗനാഥ് ജോഷിയോട് പറയുകയാണ്, ഞാൻ വലിയൊരു സ്വപ്നം കണ്ടാണ് ഇപ്പോൾ ഉണർന്നത്. സ്വപ്നത്തിൽ എന്നെ ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ, കണ്ടാൽ തന്നെ പേടിയാകുന്ന രൂപത്തിലുള്ള ഒരാൾ എൻ്റെ കാലുകൾ ഇങ്ങനെ വലിച്ചു കൊണ്ട് പോവുകയാണ്. ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ബാബ വരികയും അയാളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും എന്നെ ചാവടിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ചാവടിയിൽ ഞാനും ബാബയും ഒരുപാട് നേരം ഇരിക്കുകയും അതിനുശേഷം മലർഭായി പറയുന്ന ഓരോ കാര്യങ്ങളും, ചാവടിയിൽ ബാബ എങ്ങനെയാണോ പതിവായി ഇരിക്കുന്നത്, ചാവടിയിൽ ബാബ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, ചാവടിയിലെ ഓരോ കോർണേഴ്സും വളരെ കറക്റ്റായിട്ട് മലർഭായി പറയുകയാണ്. അവിടെയൊക്കെ ആയിരുന്നു ഞാൻ ബാബയോടൊപ്പം നിമിഷങ്ങൾ ചിലവഴിച്ചത്. വളരെ സമാധാനവും സന്തോഷവുമായിരുന്നു എനിക്ക് അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. കാരണം മലർഭായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷിരഡിയിൽ വരുന്നത്. ഷിരഡിയിൽ വരുന്ന സമയത്താകട്ടെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലും ദീക്ഷിത് വാഡയും ദ്വാരകാമയും അല്ലാതെ മലർഭായി വേറൊരു സ്ഥലവും ഷിരഡിയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ പതിവായി ഷിരഡിയിൽ ബാബയോടൊപ്പം ചാവടിയിലുമൊക്കെ സമയം ചിലവഴിച്ച ഭക്തന്മാർക്ക് ചാവടി എങ്ങനെയാണെന്നും അവിടെ എങ്ങനെയാണ് ബാബ പെരുമാറുന്നതെന്നും ഒക്കെ അറിയാം. ആ ഒരു കാര്യം വളരെ കറക്റ്റായിട്ടാണ് മലർഭായി പറയുന്നത്. ചാവടി എങ്ങനെയാണെന്നും ബാബ എന്തൊക്കെയാണ് ചെയ്തത്, ചാവടിയിൽ എവിടെയാണ് ബാബ ഇരുന്നത്, എല്ലാ കാര്യങ്ങളും ചാവടിയിൽ പോയി കണ്ട ഒരാളെപ്പോലെ മലർഭായി പറയുന്ന സമയത്ത് അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി മരണത്തിൽ നിന്നും മലർഭായിയെ രക്ഷിച്ചത് ബാബ തന്നെയായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അത്രയും വലിയ ഒരു കാര്യം ബാബയ്ക്ക് തൻ്റെ ഭക്തന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എല്ലാം എന്നാണ് വളരെ ചെറുതാണല്ലേ. നമ്മളും മലർഭായിയെ പോലെ, മലർഭായി ആത്മാർത്ഥമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഷിരഡിയിൽ പോകുന്ന സമയത്ത്, ബാബയെ കാണുന്ന സമയത്ത് എൻ്റെ ഈ രോഗത്തിനൊരു ശമനമുണ്ടാകുമെന്നല്ലേ. നമ്മളും അങ്ങനെയാണ്. ബാബയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് കാര്യമാണോ നമ്മൾ ബാബയോട് പറയുന്നത്, ആ സമയത്ത് നമ്മുടെ പ്രോബ്ലംസിനും പരിഹാരം ഉറപ്പായിട്ടും ബാബയുടെ പക്കലുണ്ട് എന്നുള്ള ആത്മാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ നമുക്കും ഇതുപോലുള്ള കാര്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കുമെന്നുള്ളതാണ്. കാരണം ഇത് മലർഭായിക്ക് മാത്രമോ മറ്റൊരു ഭക്തന് മാത്രമോ സംഭവിക്കുന്ന കാര്യമല്ല. ബാബ പറയുന്ന പോലെ ശ്രദ്ധ, സബൂരി ഇത് രണ്ടും ഉള്ള ഏതൊരു ഭക്തനും ഇതുപോലുള്ള ലീലകൾ ബാബയിൽ നിന്നും ഉറപ്പായിട്ടും കിട്ടും. അതിലൊരു മാറ്റവുമില്ല. അല്ലാതെ ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഇത്രത്തോളം ഭക്തിയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. ബാബയുടെ ആത്മാർത്ഥമായ വിശ്വാസവും ക്ഷമയോടെ കാത്തിരിക്കുകയും ബാബയുടെ നാമജപം നടത്തുകയും ചെയ്യുന്ന എല്ലാവർക്കും, ആത്മാർത്ഥ ഭക്തിയുള്ള എല്ലാവർക്കും ബാബ ഉറപ്പായിട്ടും അവരുടെ മോശം സമയത്തിൽ ബാബ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിക്കാൻ പഠിക്കുക. അതിൽ നമുക്ക് ഒരുപാട് ലീലകൾ കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.